ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തുള്ള വിഭവങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്കതുകൊണ്ട് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ ചോറ് വെച്ചിട്ടുണ്ട്. ഇത് നേരെ എടുത്ത് റൈസ് കുക്കറിനകത്തോട്ട് വെക്കണം. ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ, അരിയൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്തത്. ക്യാബേജിനെ പാതി അരിഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ ക്യാബേജും സവാളയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് പ്രത്യേക പണിയൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് വറക്കുക, എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചതോടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ. ഇവിടെ ഏട്ടനാണെങ്കിൽ ക്യാബേജിനകത്ത് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമല്ല. ആകെ മഞ്ഞപ്പൊടി മാത്രം ഇടുന്നതാണ് ഇഷ്ടം. മഞ്ഞപ്പൊടി ഉപ്പൂടി ഇടുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ കരുതി ഇന്ന് എന്ത് പറ്റി, ഞാൻ കുറേ വീഡിയോസിനകത്തൊക്കെ ഇങ്ങനെ മുട്ട കൂട്ടിയിട്ട് ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി 2 മുട്ടയും കൂടി ഇട്ടിട്ട് മുട്ടയും കൂടി ഉടച്ചിട്ട് നമുക്ക് ക്യാബേജ് തോരനാക്കി എടുക്കാമെന്ന് അങ്ങനെ കരുതിയിട്ടാണ് വെക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത് ക്യാബേജിനകത്ത്. അല്ലാതെ നമ്മൾ ചീരക്കകത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ കടുകൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. ഇനിയിപ്പം ഇവിടെ മുളകില്ലാത്തതുകൊണ്ട് മുളകും കറിവേപ്പിലയും നമ്മൾ സ്കിപ്പ് ചെയ്യും ഗൈസ്. എല്ലാത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുളകും കറിവേപ്പിലയും ഞാൻ സ്കിപ്പ് ചെയ്യും. ഉണ്ടെങ്കിൽ ഇടും കേട്ടോ. അപ്പോൾ ദാ അതോട് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ക്യാബേജിനകത്തൊന്നും അങ്ങനെ വെള്ളം വരാനുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ വെള്ളം വരാനും ഇല്ല. അപ്പം വേണമെങ്കിൽ ഇച്ചിരി ഒഴിച്ചു കഴിയും. പക്ഷേ ഇത് പെട്ടെന്ന് വാടുമല്ലോ, ഇലയുടെ കൂട്ടത്തല്ലേ, ഇല പോലല്ലേ. അപ്പം പെട്ടെന്ന് വാടുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ മഞ്ഞപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. അപ്പം നമ്മളിതിനകത്ത് തോനെയുണ്ടെങ്കിലും വെന്ത് കഴിയുമ്പോഴത്തേന് ഇതങ്ങ് കുറച്ചാവിപ്പോൾ. ഈ സവാളയൊക്കെ ആവുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ തോരനൊക്കെ സാധാരണ തോരനൊക്കെ ആവുന്ന പോലെ തന്നെ അങ്ങ് ചുരുങ്ങും. അപ്പം ഞാനാണെങ്കിൽ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടിട്ട്, നമ്മൾ കഴുകുന്നതിന് മുമ്പ് നല്ലപോലെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കഴുകുന്നത്. പിന്നെ തോരനകത്ത് ഒന്ന് കളറാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കും കേട്ടോ. ഇനിയിപ്പം വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിനിടയ്ക്കാണെങ്കിൽ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തലേദിവസം ഏട്ടനാണെങ്കിൽ അവിടെ ഏട്ടൻ്റെ ജോലി ചെയ്യുന്നിടത്ത് ഒരു ചേട്ടൻ കുറച്ച് മാങ്ങ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കിട്ടിയപ്പോഴേ ഏട്ടൻ വന്നിട്ട് പറഞ്ഞു മാങ്ങക്കറി വെക്കണേ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയി അമ്മ ഇതുപോലെ മാമ്പഴപ്പുളിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് വന്നപ്പോൾ മുതൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് നാട്ടുമാങ്ങ കിട്ടിയത്. നമുക്കിങ്ങനെ മാങ്ങ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പം മാങ്ങ കിട്ടുമ്പോൾ ആവട്ടെ എന്ന് വിചാരിക്കും. അപ്പം ഞാനാണെങ്കിൽ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ തിരുമുന്നത്. അപ്പം തേങ്ങയൊക്കെ തിരുമ്മി അരപ്പെല്ലാം സെറ്റാക്കി വെച്ചാൽ പിന്നെ പെട്ടെന്നാണല്ലോ, ഇത് വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേനും നമ്മുടെ ക്യാബേജിൻ്റെ ഏകദേശം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേനും സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട്, നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പോട് ഇട്ടിട്ട് ഇനിയും പ്രത്യേക പണിയൊന്നുമില്ല. മുട്ടയും കൂടെ ചിക്കി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്യാബേജ് വലിയതായിട്ട് വേവണ്ട മീൻസ് വലിയതായിട്ട് ഒത്തിരി വേവൊന്നും ഇല്ലല്ലോ. കുറച്ച് കഴിയുമ്പോഴത്തേനും വെന്ത് കിട്ടില്ലേ. ഞാൻ ആവശ്യത്തിന് ഉപ്പോട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും ഇടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് കൂടുതലാവും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇച്ചിരി വീതാണ്. ഒന്നാമത്തെ കാരണം ഇച്ചിരി വീതാണ് സ്പൂണിൽ എടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ നമ്മൾ 2 മുട്ടയും കൂടിനകത്ത് ചേരുമ്പം അതിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ഇവിടെ തിരുമ്മിയിട്ടുണ്ട്. ഒരു മുളകും കുറച്ച് ജീരകം കൂടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ഇതിനകത്ത് പ്രത്യേകം ചേർക്കുന്നില്ല. കാരണം നമ്മൾ മാങ്ങ ഇടുമ്പോൾ മാങ്ങയ്ക്കകത്ത് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ മുട്ട എടുത്തതാണ് കേട്ടോ ക്യാബേജിനകത്ത് ഇടാൻ വേണ്ടി. അപ്പം തന്നെ ഒരു പണി കിട്ടി. ആ മുട്ട തറവിന് അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ഇനിയും ബാക്കി 3 മുട്ട ഇടാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. പക്ഷേ 2 മുട്ട, ഒരെണ്ണം പൊട്ടിപ്പോയി. ഇനി 2 നമുക്ക് ഇടാം. അപ്പോൾ 2 നമുക്ക് ചിക്കി എടുക്കാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നടുക്ക് ഇച്ചിരി സ്പേസ് കൊടുത്തിട്ട് അവിടോട്ടാണ് നമ്മൾ ആ മുട്ട 2 പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ. പിന്നെ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മുട്ട ഇളക്കി അതിൻ്റെ കൂടെ ക്യാബേജൂടെ സൈഡിൽ കൂടെ ചേർത്ത് അങ്ങനെ വേണം നമ്മൾ ഇളക്കിയെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം, കട്ടിയാവാതെ. അല്ലെങ്കിൽ പിന്നെ മുട്ട വേറെ ക്യാബേജ് തോരൻ വേറെ അങ്ങനെ ആയി പോകരുത്. മിക്സ് ചെയ്യുന്നതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മുട്ട ക്യാബേജ് തോരൻ്റെ റെസിപ്പിക്കകത്തുള്ളത്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇവിടെ സാമ്പാർ ചീര കിട്ടുമ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട് സാമ്പാർ ചീരയും മുട്ടയും കൂടെ ആക്കുന്നത്. അതുപോലെ മുരിങ്ങയിലെ മുട്ടയും അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ മുട്ട ഇങ്ങനെ ഞാൻ നടുക്കുന്ന് ഇങ്ങനെ സ്പേസ് കൊടുത്തിട്ട് ഇങ്ങനെ ഈ നമ്മുടെ സാധാ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. നമ്മുടെ ഈ ചീൻചട്ടി ആകുമ്പോൾ കുറച്ച് ഒട്ടിപ്പിടിക്കും. പക്ഷേ അത് കാര്യമില്ല. കാരണം ക്യാബേജ് കൂടെ ചേർത്ത് കഴിയുമ്പം അതൊക്കെ അങ്ങ് ഇളകി എൻ്റെ കൂടെ ചേർന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ തോരൻ ഏകദേശം സെറ്റായിട്ടുണ്ട്.
അങ്ങനെ തോരമ്പണിയൊക്കെ കഴിഞ്ഞിട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് അധികം വെള്ളമായിട്ടൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പം നമുക്ക് തത്തിപ്പൊത്തി ഒന്ന് വെച്ച് അവിടെ അടച്ചു വെച്ചേക്കാം. ഇനി നമുക്കിനി എന്താ മാമ്പഴ പുളിശ്ശേരിയുടെ പണിയിലോട്ട് കടക്കാം. അതിനു മുമ്പ് ഇവിടെ അച്ഛനും മക്കളോട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് പാലിരിക്കുന്നത് എടുത്തിട്ട് അവർക്ക് എന്താ ചോക്കോസ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക്. അപ്പോൾ അതാ ഞാൻ പാലോട് തിളപ്പിച്ചിട്ട് അതുകൂടെ ആക്കി കൊടുക്കാമല്ലോ. എന്നിട്ട് അതിന് ആ സമയത്ത് ഞാൻ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ നല്ലപോലെ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചില മാങ്ങകൾ ഇങ്ങനെ തൊലി കളയാൻ കിട്ടാത്ത മാങ്ങകൾ ചെറുതായിട്ട് ചെത്തി എടുത്താലും മതി. കുഞ്ഞി മാങ്ങകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ നമ്മൾ തൊലി ചെത്തി എടുക്കാമായിരുന്നു. കാരണം ഉരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല അതിനകത്ത്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ഉരിഞ്ഞെടുക്കണം. എന്നിട്ട് ഈ തൊലിയൊന്നും അതിൻ്റെ സൈഡിൽ പോലും കണ്ടില്ല കേട്ടോ. അച്ഛനും മക്കളും പറക്കി തിന്നിതു, ഞാനും തിന്നു കേട്ടോ സൈഡിൽ കട. അപ്പം നമ്മൾ 4 മാങ്ങ എടുത്തിട്ടുണ്ട് പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ അല്ലാതെ കഴിക്കാൻ ഇപ്പം പറയുമ്പോൾ പോലും എനിക്ക് വെള്ളം വരുന്നിട്ടോ വായിന്ന്. എന്താ കഴിക്കാൻ അല്ലാതെ ചപ്പി കഴിക്കാനാണ് എൻ്റെ ഇഷ്ടം. പിന്നെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് പേടിയാണ്, കാരണം മാങ്ങാണ്ടിയല്ലേ. അപ്പോൾ ഇവിടെ പാലൊക്കെ അതിനിടയ്ക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആ മാറ്റിയിട്ട് പാല് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു മുളകും കീറി, വലിയ മുളക് എരിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മുളക് കേട്ടോ. 2-3 മുളകൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ എരിവ് വേണ്ടവർക്ക് നല്ല എരിവായിരിക്കും. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു മുളകേ ചേർത്ത് കൊടുത്തുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പിള്ളേർക്ക് ഉള്ള പാലങ്ങ് സെറ്റാക്കിയിട്ട് കുറച്ച് ചോക്കോസ് കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. അന്ന് അതിൻ്റെ പാതി എടുത്തിട്ട് ബാക്കി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറക്കി കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറക്കിയൊന്നും കഴിച്ച് തീർത്തില്ല. പാതി എടുത്തിട്ടുള്ളതിന് പാതി ഉള്ളൂ കേട്ടോ അതിനകത്ത്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനകത്ത് ചോക്കോസ് ഇട്ട് പിള്ളേർക്ക് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇത് ചോക്കോസിന് മധുരം വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തുള്ളി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവർ മധുരം ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ആർക്കും മീൻസ് കാശിക്ക് കുഴപ്പമില്ല, കാശി മധുരപ്രിയനാണ്. കുഞ്ഞിക്ക് ഓവർ മധുരം ഇഷ്ടമല്ല. അവർക്ക് ഇങ്ങനെ പായസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇച്ചിരി മധുരം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിനകത്ത് എന്താ ചന്ദ്രനും നക്ഷത്രവും സൂര്യനും എന്തൊക്കെയാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ അതിനകത്തുനിന്ന് പറഞ്ഞാൽ പറക്കി കഴിക്കുന്നൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഇവിടെ ഇരുന്നിട്ട് ഞാൻ കഴിച്ചില്ലായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ ഓർത്തില്ല ഗൈസ് അവിടെ ഇരിക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ കഴിച്ചു തീർത്തേനെ. അപ്പം പിന്നെ അത് നാശമായി പോയി. പിന്നെ അത് ഓർക്കൂല, പിന്നെ അത് നാശമായി പോട്ടോ. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതാക്കി കൊടുത്തത്. അതിനിടയ്ക്ക് നമ്മുടെ ഈ മാമ്പഴം എന്ത് പറ്റുന്നോ ഞാൻ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ഇളക്കി എടുത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ആവശ്യത്തിന് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാനൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ പിന്നെ കുറച്ചുകൂടെ പുളിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പം ഞാൻ മാമ്പഴ പുളിശ്ശേരി ആകുമ്പോൾ കുറച്ച് മധുരം വേണ്ടതെന്ന് വിചാരിച്ച് കുറച്ച് ശർക്കര ചേർത്ത്. പൊതുവേ എനിക്കിങ്ങനെ മധുരമുള്ള കറികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ മാമ്പഴ പുളിശ്ശേരി എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് ശർക്കര, എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം കുറച്ച് മധുരം കൂടിപ്പോയ പോലെ ഞാൻ വിചാരിച്ചു അയ്യോ പനി കിട്ടിയോ മധുരം കൂടിപ്പോയോ എന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പിന്നെ അരപ്പ് ഞാൻ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് പോലെ അരച്ചെടുക്കണമായിരുന്നു. അതൊക്കെ അരച്ച് വെച്ചതുകൂടെ നമ്മുടെ ഈ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. മാമ്പഴം അതിന് വേണ്ടി വേവായില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഈ ചട്ടിക്കകത്തോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. അത് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം. ഇത് അരപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ ആ തൈര് വെച്ചിട്ടുണ്ടല്ലോ, തൈരൂടെ ഉടച്ചിട്ട് അതിനകത്തോടും ചേർത്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കേസിനെയും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഒരുപാട് പുളി വേണ്ടവർ കുറച്ചധികം വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. പുളി അനുസരിച്ച് കേട്ടോ, തൈരിൻ്റെ പുളി അനുസരിച്ച്. ചിലപ്പം തൈരിന് പുളി കാണത്തില്ലല്ലോ. ഈ തൈരിന് കുറച്ച് പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരുപാട് തൈര് ചേർത്ത് കൊടുത്തില്ല. ഇപ്പോഴാണ് ശരിക്കും ബാലൻസ് ആയത് കേട്ടോ. കാരണം ശർക്കര എനിക്ക് കൂടിപ്പോയെന്ന് തോന്നി. പക്ഷേ നമ്മൾ തൈരോട് ഒഴിച്ചപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. പുളിയും ചെറിയൊരു മധുരം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടണം കേട്ടോ. നമ്മൾ ചെറിയുള്ളിയും അതുപോലെ പച്ചമുളകും കടുകും ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് ലേശം കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കളർ വരാൻ വേണ്ടിയിട്ട്. ഇതുകൂടി ചേർത്തിട്ട് നമുക്കിനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രോസസ്സിങ്. കണ്ടില്ലേ, ആ കടുക് വറുത്തത് അങ്ങോട്ട് ചേർത്തപ്പോഴാണ് ആ മാമ്പഴ പുളിശ്ശേരിക്ക് ആ ഒരു കളറും എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടിയത്. അപ്പം ഞാനാണെങ്കിൽ ഏറ്റവും ലാസ്റ്റിലാണ് കേട്ടോ 2 മാങ്ങ കുറഞ്ഞത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം അച്ഛനും ഒരാൾ മക്കളും എടുത്തു കേട്ടോ. ഒരെണ്ണം മക്കൾക്കും എടുത്തു കേട്ടോ. അവർ 2 പേരും ഒരെണ്ണേ കൊടുത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല മാങ്ങാണ്ടിയാണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ലാസ്റ്റിലാണ് ഞാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പം അതാണ് 2 മാങ്ങ മാത്രം കാണുന്നത്.
പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നു. എനിക്കാണെങ്കിൽ കുറേ കറി ഒഴിച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കറിയും കുറച്ച് തോരനും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങാച്ചാർ. എനിക്കാണെങ്കിൽ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അച്ചാർ വീട്ടിലുണ്ടെങ്കിൽ ഇല്ലാതെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാതെ കഴിക്കാം, അതൊന്നും പ്രശ്നമേ ഇല്ല. പക്ഷെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് എന്തൊക്കെ കറി ഉണ്ടെങ്കിലും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. അപ്പം ഞാനാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. എല്ലാവർക്കും ഈ കോമ്പിനേഷനൊക്കെ ഇഷ്ടമാണോ? മാമ്പഴ പുളിശ്ശേരി ഈ പ്രാവശ്യത്തെ മാങ്ങാക്കാലത്ത് ഉണ്ടാക്കിയോ എല്ലാം കമൻ്റൊക്കെ ഇട്ട് അറിയിക്കൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ആർക്കെങ്കിലും കൊതിയായെങ്കിൽ പറയൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.